അതുപോലെ തന്നെ RSSനെ ജൂലൈ 4 നിരോധിച്ചു എന്ന് മർദ്ദിച്ചൊതുക്കിയാൽ പോലും തിരിച്ചു വരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്ന ഒരു പാരമ്പര്യം RSSനെ സംബന്ധിച്ചുകൊണ്ട് ഒരു വീട്ടിലൊരു അമ്മ ആ വീട്ടിലേക്ക് അവിടെയുള്ള അന്ന് താമസിച്ചിരുന്ന സംഘത്തിന്റെ പ്രചാരകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെ പിടിച്ച് പോലീസിന് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നന്ദേട്ട, ഇന്ന് RSS നിരോധിച്ചിട്ട്, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയുടെ ഫലമായി RSSനെ നിരോധിച്ചിട്ട് ഇന്ന് 50 വർഷം തികയാണ്. ജൂലൈ 4 ജൂലൈ 4 ഒരുപാട് പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. ഇപ്പോൾ പലപ്പോഴും പറയുക, സിനിമാ രംഗത്തടക്കം ജൂലൈ 4 ഒരു നല്ല ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ RSSനെ ജൂലൈ 4 നിരോധിച്ചു എന്നാണ് ഒരു തരത്തിൽ നന്നായി. കാര്യം അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതും RSS ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അന്ന് RSSനെ നിരോധിച്ചതിന് ശേഷം പിന്നെ RSSന്റെ ഒരു കുതിച്ചു വരവ്, ആ നിരോധിച്ച ആളുകൾ തന്നെ തിരിച്ച് ആ നിരോധനം നീക്കുന്ന അവസ്ഥ ഒന്ന് പറയാമോ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നതും എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലേ, അടിയന്തരാവസ്ഥ 1975 ജൂൺ മാസം 25-ാം തീയതി അർദ്ധരാത്രി 11:45 പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഏകദേശം ഒരാഴ്ചക്കാലത്തോളം കാത്തു നിന്നു RSSനെ നിരോധിക്കാൻ. കാരണം അവർ സംഘത്തിൽ നിന്ന് അവർക്ക് പിന്തുണ പ്രതീക്ഷിച്ചിരുന്നവർ. കാരണം ഇന്ദിരാഗാന്ധിയുടെ മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്ന സമയത്ത് RSS രാഷ്ട്രീയം നോക്കാതെ കണ്ട് സർവാത്മന ശ്രീമതി ഗാന്ധിക്ക് പിന്തുണ കൊടുത്തിരുന്നു. അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ അച്ഛൻ 1962 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അത് ഇവർ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 1947 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച സമയത്തും RSS അന്നത്തെ കേന്ദ്ര സർക്കാരിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ധരിച്ച സമയത്ത് സ്വാഭാവികമായ രീതിയിൽ ഇന്ദിരാഗാന്ധി പ്രതീക്ഷിച്ചത് RSSന്റെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ സംഘം ചിന്തിച്ച് വേറെ വശത്തിലാണ്. കാരണം സംഘം ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയുടെ ലംഘനമാണ്. അതവർ ഏകാധിപത്യ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണ്. ഇന്ദിരാഗാന്ധി ഒരു അടിസ്ഥാനപരമായിട്ട് ഏകാധിപതിയാണ്. അത് നിരവധി തെളിവുകൾ അതിനെ സംബന്ധിച്ചുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഇന്ദിരാഗാന്ധിയാണ്. അവർ ഫാസിസ്റ്റാണ്. അവർ ഫാസിസ്റ്റാണെന്ന് പറഞ്ഞ് മറ്റു പാർട്ടിക്കാരൊന്നുമില്ല. ആദ്യം അവർ ഫാസിസ്റ്റ്, യു ആർ എ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചത് അവരുടെ ഭർത്താവായിരിക്കുന്ന ഫിറോസ് ഗാന്ധിയാണ്, ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചിട്ട്. അതേപോലെ തന്നെ അവരെ കുറിച്ചിട്ട് അവര് ഒരു ദുർവാശിക്കാരിയാണെന്ന് ആദ്യം പറഞ്ഞത് അവരച്ഛനാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. 1940-കളിൽ അവര് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് ഇവരവിടെ പഠിത്തത്തിൽ വളരെ മോശമാണ് ഇന്ദിരാഗാന്ധി. ആ സമയത്ത് ഇവരെ അവിടെ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കി. ഇവരെ കോളേജിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ഇവര് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് നെഹ്റു ആവശ്യപ്പെട്ടു. ഇവര് മടങ്ങി വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നെഹ്റു വാശി പിടിച്ച് ഭാര്യയായിട്ടുള്ള കമലയെ കൊണ്ട് പറയിപ്പിച്ച് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞു, മടങ്ങി വരാം, പക്ഷെ മടങ്ങി വന്നാലേ ഞാൻ പിന്നെ നിങ്ങളോട് സംസാരിക്കില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ മുഖത്തോട് സംസാരിക്കുന്നത്. അങ്ങനെ മടങ്ങി വന്ന ഇന്ദിരാഗാന്ധി 4 മാസത്തോളം ഇന്ത്യയിൽ താമസിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവായിട്ട് സംസാരിച്ചേയില്ല. 4 മാസക്കാലം ഒരേ വീട്ടിൽ താമസിച്ചിട്ട് പരസ്പരം സംസാരിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇവര് മടക്കി അയക്കാൻ വേണ്ടി നിർബന്ധിതരായി. ആ സമയത്ത് അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് കത്തയക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ദുവിന് വളരെ വാശി കൂടിയിരിക്കുന്നു, ഈ വാശി അവളെ എവിടെ എത്തിക്കുന്ന എനിക്കറിയില്ല എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനത്തെ ഒരു ചരിത്രമുണ്ട്. അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് പിന്നെ അവര് ഫാസിസ്റ്റ് മാത്രമല്ല, ഒന്നാന്തര അഴിമതിക്കാരിയാണ്. അഴിമതിയുടെ വലിയ ദൃഷ്ടാന്തം ഞാൻ അതിന് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. നാഗർവാല കേസ്, ഒരു ബാങ്കിൽ നിന്ന് 60 ലക്ഷം രൂപയാണ് അക്കാലത്ത്. ഇന്നത്തെ കണക്കിൽ 6000 കോടിക്ക് മേലെ വിലയുണ്ട്. ഈ പറയുന്ന പണം ബാങ്കിൽ നിന്ന് ഒരൊറ്റ ടെലിഫോൺ പുറത്ത് വിഡ്രോ ചെയ്തതാണ്. എന്ന് മാത്രമല്ല, ആ ടെലിഫോൺ ചെയ്തു എന്ന് പറയുന്ന നാഗർവാല, അയാൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അയാൾ ജയിലിലാവുന്നു, അയാൾ ജയിലിൽ കിടന്നിട്ട് അയാൾ മരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനും അതേപോലെ തന്നെ മരിക്കുന്നു. നാഷണൽ ഹെറാൾഡിന്റെ അഴിമതി ഇവരുടെ വേറൊരു ഭാഗമാണ്. അങ്ങനെ അഴിമതിക്കാരിയായിട്ടുള്ള ഫാസിസ്റ്റ് ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി പ്രതീക്ഷിച്ചത് തൻ്റെ ഏകാധിപത്യ നടപടികൾക്ക് RSSന്റെ പിന്തുണ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷിച്ചു. പക്ഷെ ആ പ്രതീക്ഷാസ്ഥാനത്തായിരുന്നു. സംഘത്തിന്റെ നിലപാട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സുവ്യക്തമാണ്. ഒരു കാരണവശാലും ഇന്ത്യൻ ഭരണഘടനയെ തൊട്ടുകളിക്കാൻ RSS സമ്മതിക്കില്ല.
ശക്തമായുള്ള നിലപാടുകളാണ് സംഘത്തെ സംബന്ധിച്ചുള്ളത്. സംഘം ഭരണഘടനയുടെ കൂടെയാണ്, ഈ നാടിന്റെ കൂടെയാണ്, രാഷ്ട്രീയം നോക്കിയിട്ടല്ല തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെയാണല്ലോ ജനസംഘം അക്കാലത്ത് 1971 ജനസംഘം പിന്തുണയ്ക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചത് RSS ആണ്. RSSന്റെ സർവ്വശക്തിയും യുദ്ധത്തില് അന്നത്തെ പട്ടാളക്കാരും മറ്റേ പോലീസുകാരെ സഹായിക്കാൻ വേണ്ടി ഡൽഹിയിൽ അവര് ട്രാഫിക് നിയന്ത്രിക്കാൻ പോലും RSSന്റെ പ്രവർത്തകരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ സഹായം ചെയ്തിരുന്ന പ്രസ്ഥാനമാണ് RSS. അങ്ങനെയുള്ള സംഘത്തെ സംബന്ധിച്ച് ഒരിക്കലും രാജ്യവിരുദ്ധമായിട്ട് നടപടികളെ പിന്താങ്ങാൻ വേണ്ടി സാധ്യമല്ല. ഇന്ദിരാഗാന്ധി ചെയ്ത് അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി ഒരു ഒറ്റ രാത്രി കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്തു, 25-ാം തീയതി അർദ്ധരാത്രി കൊണ്ട്. അതിനുശേഷമാണ് അവര് സംഘവുമായിട്ട് ഒരു പലവട്ട ശ്രമം നടത്തി RSSമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് സാധ്യതയില്ല. അങ്ങനെയാണ് RSSന്റെ സർസംഘാലനെ അറസ്റ്റ് ചെയ്യുന്നത്, RSSന്റെ പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. സംഘം അതിന് നേരിട്ടത് അതിശക്തമായിട്ടുള്ള മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത സത്യാഗ്രഹ സമരത്തിലൂടെയാണ് RSS തന്നെ നേരിട്ടത്. ഈ കൊച്ചു കേരളത്തിൽ മാത്രമുള്ളത് 400-ൽ പരം സ്ഥലങ്ങളിലാണ് കേരളത്തിൽ സത്യാഗ്രഹം നടന്നത്. ഏകദേശം 7500 പേരെയാണ് ഇവിടെ പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്തത്. അവർ ആവറേജ് പ്രായം എന്ന് പറഞ്ഞാൽ 21 വയസ്സാണ്. കാരണം കേരളത്തിലെ യുവജനങ്ങൾ RSSന്റെ കൂടെയായിരുന്നു, ഭാരതത്തിലെ യുവജനങ്ങൾ സംഘത്തിൻ്റെ കൂടെയായിരുന്നു. 1,70,75,000 പേരെയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിൽ അവർ ആവറേജ് പ്രായം 23 വയസ്സായിരുന്നു എന്ന് പറയുന്ന സമയത്ത് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ ആരുടെ കൂടെയായിരുന്നു? യുവത്വം ആരുടെ കൂടെയായിരുന്നു എന്നുള്ള ബോധ്യവും. ഇത് മാത്രമല്ല, സ്ത്രീകൾ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ RSSന്റെ ഏറ്റവും വലിയ സവിശേഷതയുള്ളത്, ഇന്ദിരാഗാന്ധി ആണെങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനക്കാരാണെങ്കിലും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലല്ലോ. പലരും വീട്ടിൽ കയറ്റാനൊന്നും കൊള്ളില്ല കോൺഗ്രസ്സുകാരെ. അതിൻ്റെ പേരിൽ അവർ പലരും വീടിനകത്തേക്കാരും പോകാറില്ല, അവർ പുറത്ത് മാത്രം നിൽക്കുക. മറിച്ച് RSS അങ്ങനെയല്ല. RSSന്റെ പ്രവർത്തകന്മാർ ഓരോ വീടുകളിലും കയറി ചെന്നിട്ടുണ്ട്. അവർ ഗൃഹസമ്പർക്ക പരിപാടിയായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി സംഘത്തെ നിരോധിച്ചതിന് ശേഷം ചെയ്തത് RSSന്റെ ഇവിടെ എളമക്കരയിലുള്ള കാര്യാലയം അടക്കമുള്ള മുഴുവൻ കാര്യാലയങ്ങളും അടച്ചുപൂട്ടി സീൽ ചെയ്തു. അതിനുശേഷം അവർ ഇന്റലിജൻസുകാർ പറഞ്ഞു RSSന്റെ പ്രവർത്തനം മുഴുവൻ നിലച്ചു എന്ന് പറഞ്ഞു. RSSന്റെ ശാഖയില്ല, RSSന്റെ കാര്യാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇത് രണ്ടും കൊണ്ട് RSS തകർന്നു എന്ന് ഒരു പ്രഖ്യാപിച്ച സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, RSS പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലാണ്. RSSന്റെ സ്വാധീനം വീടുകളിലാണ്. വീടുകളിൽ ഇപ്പം സംഘത്തിൻ്റെ പ്രചാരകന്മാരായിരിക്കുന്ന ആളുകൾ, മുഴുവൻ സമയ പ്രവർത്തകന്മാരായിരിക്കുന്ന ആളുകൾ, കാര്യവാഹന്മാരായിരിക്കുന്ന ആളുകൾ, മറ്റ് യുവാക്കന്മാരായിരിക്കുന്ന ആളുകൾ, അവരെല്ലാവരും മറ്റു വീടുകളിൽ താമസിക്കാൻ തയ്യാറായി. അവർ വീടാന്തരം മാറി മാറി താമസിച്ചു. അവരെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അവർ ഹോട്ടലിൽ പോയി താമസിച്ചില്ല, അവർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല. അവർ താമസിച്ച വീടുകളിലാണ്. അവരെങ്ങനെ വീടുകളിൽ താമസിച്ച സമയത്ത് ഇതിനകത്ത് സംഘത്തിന് ചിലവ് വന്നില്ല. സംഘത്തിൻ്റെ വിപുലമായിരിക്കുന്ന ഗൃഹസമ്പർക്ക പരിപാടിയുടെ ശക്തിയും കരുത്തും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് സാധ്യതയില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് RSS തകർന്നു എന്നാണ് അവർ സെൻട്രൽ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് അമ്പയെ പരാജയമായിരുന്നു എന്നുള്ളതും ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് RSSന്റെ കരുത്ത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോലുള്ള കാരണം RSSനെ അവർ കൺസിഡർ ചെയ്തില്ല. RSS ഉണ്ടാവുന്നവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് 1977 ജനുവരി മാസം 20-ാം തീയതി അവർ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ്. കാരണം അവർ സംഘത്തിന്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഘത്തെ സംബന്ധിച്ച് RSSന്റെ പ്രവർത്തനം എക്കാലത്തും നിലനിന്നിരിക്കുന്നത് വീടുകളിലാണ്. ഈ പല സ്ഥലത്തുള്ള സ്ത്രീകളുടെയൊക്കെ അതിൻ്റെ പങ്കാളിത്തം വളരെ വലുതാണ്. എനിക്കറിയാവുന്ന എറണാകുളം ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിലൊരു അമ്മ ആ വീട്ടിലേക്ക് അവിടെയുള്ള അന്ന് താമസിച്ചിരുന്ന സംഘത്തിന്റെ പ്രചാരകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെ പിടിച്ച് പോലീസിന് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 18 വയസ്സായിട്ടുള്ള മകനെ പോലീസുകാർക്ക് പിടിച്ചു കൊടുത്തിട്ടുള്ള അമ്മയുണ്ട്. അതിനുശേഷം അമ്മ പറയുന്നത്, എൻ്റെ മോൻ പോയാലും ആ മകൻ പിന്നെ തിരിച്ചു വരുന്നത് 93 ദിവസം കഴിഞ്ഞിട്ടാണ്. 93 ദിവസം കഴിഞ്ഞിട്ട് എറണാകുളത്ത് സംഭവിച്ച സംഭവമാണത്. അങ്ങനെ 93 ദിവസം കഴിഞ്ഞിട്ട് മകൻ മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന സമയത്ത് ആ അമ്മ ഒരു പ്രാവശ്യം പോലും കരഞ്ഞില്ല. ആ അമ്മ പറഞ്ഞത്, എനിക്കതുകൊണ്ട് സംഘത്തിൻ്റെ പ്രചാരം രക്ഷിക്കാൻ സാധിച്ചു. ആ പ്രചാരം നിരവധി വീടുകളിൽ പോവും, അവിടെ നിരവധി ആളുകൾ സമരത്തിലേക്ക് ഇറങ്ങും. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് വലിയ സമരം നടക്കുന്നു. അതിന് മാത്രമല്ല, എത്രയോ സ്ത്രീകൾ, 14 വയസ്സുള്ള ഒരു വെളിയത്ത് നാട്ടിലൊരു പെൺകുട്ടി, അവൾ പറഞ്ഞ് എനിക്ക് 16 വയസ്സായി എന്ന് പറഞ്ഞ് സമരത്തിന് പോയതിൻ്റെ ചരിത്രമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരം.
അതേപോലെ തന്നെ ഒരേ വീട്ടിൽ തന്നെ 3-4 പേര് സമരത്തിന് പോയതിൻ്റെ ചരിത്രമുണ്ട്. ഇതൊക്കെ സാധിക്കുന്നത് ശക്തമായിട്ടുള്ള കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, RSSൻ്റെ വിപുലമായിരിക്കുന്ന ബഹുജന സമ്പർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു സർക്കാരിനോ മറ്റുള്ളൊരു പോലീസ് മേധാവികൾക്കോ തിരിച്ചറിയാൻ സാധ്യമല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ജീവച്ഛവമാക്കിയിട്ട് മർദ്ദിച്ചൊതുക്കിയാൽ പോലും തിരിച്ചു വരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്നൊരു പാരമ്പര്യം RSSനെ സംബന്ധിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇനി 50-ാം വർഷത്തെ സംബന്ധിച്ച് 50 വർഷം ഇതൊരു ആചരണം മാത്രമാണ്. ഈ ആചരണത്തിൽ കൂടി RSS അനുഭവിച്ചിരിക്കുന്ന നിരവധി ത്യാഗത്തിൻ്റെ കഥകളുണ്ട്. ശരിക്ക് ഈ കഥകളാണ് സംഘത്തിനെ നേരത്തെ പാർത്ഥൻ സൂചിപ്പിച്ച പോലെ ഈ ഭരണസിംഹാസനത്തിലേക്ക് ഇന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ എത്തിച്ചതിൻ്റെ പിന്നിലുള്ള ശക്തമായിരിക്കുന്ന ബഹുജന സമ്പർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും. എന്തായാലും RSS എന്താണെന്നും RSS എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്നും RSS എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തതെന്നും നമ്മളറിയാത്ത ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് രക്തം കൊടുത്ത കഥകളുണ്ട്. ആ കഥകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തും. എന്തായാലും നന്ദി, നമസ്കാരം.